ആദ്യത്തെ പുസ്തകം ഇതിൻ്റെ ഒരു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കൂടിയുള്ള ഗീതയിലുള്ള ഈ ബ്രഹ്മവിദ്യ എന്നൊരു പോർഷനുണ്ട്. പൊതുവെ എല്ലാ അധ്യായങ്ങളും 18 അധ്യായങ്ങൾ എല്ലാം തന്നെ ബ്രഹ്മവിദ്യ ഇതം ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീമദ് ഭഗവത്ഗീത സുപനിഷത്സു എന്ന് പറഞ്ഞാണ് അതിൻ്റെ അവസാനം. കൊളോഫൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം ഒരെണ്ണമുണ്ട്. കൊളോഫൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിലാണിത് പിന്നെ ശ്രീ കൃഷ്ണാർജുന സംവാദി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലെ പ്രഥമാധ്യായം സമാപ്തം അങ്ങനെ അതിനകത്ത് എഴുതി. അത് പിന്നീട് ആരോ ചേർത്തതാണ്, ഗീതാകാരൻ ചെയ്തതല്ല തീർച്ചയായിട്ടും. പക്ഷേ അപ്പോൾ അത് മധുസൂദന സരസ്വതിയാണ് അങ്ങനെ ചെയ്തതെന്നും പറയപ്പെടുന്നുണ്ട്. ഓരോ അധ്യായങ്ങൾക്കും ഓരോ പേരുകളും കൊടുത്തിട്ടുണ്ട്. അതെ, അർജുന വിഷാദയോഗം ഇത് ഗീതാകാരൻ കൊടുത്തതല്ല എന്നും ധരിക്കപ്പെടുന്നുണ്ട്. അപ്പം അത് പിന്നെ അതൊരു എന്താ പറയുക, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രഹ്മവിദ്യ എന്നൊരു പോർഷനുണ്ട്, യോഗശാസ്ത്രം വേറൊരു പോർഷനുണ്ട്. അതിങ്ങനെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നത് DNA-യുടെ ഹെലിക്സ്, ഡബിൾ ഹെലിക്സ് പോലെയാണ് എൻ്റെ പ്രപഞ്ചരൂപയിൽ എഴുതിയത്. അത് രണ്ടിങ്ങനെ മാറും, ഇങ്ങനെ കിടക്കുക DNA 2 ഹെലിക്സുകളുള്ളവർ. അതുപോലെ അതിലെല്ലായിടത്തും ഉണ്ട്. ഓരോ ശ്ലോകത്തിലും ഉണ്ടാവാം, അല്ലെങ്കിൽ ചില ശ്ലോകങ്ങൾ ബ്രഹ്മവിദ്യാപരമായിട്ട്, ചിലത് യോഗശാസ്ത്രം. അപ്പോൾ ബ്രഹ്മവിദ്യാപരമായിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് പ്രപഞ്ചരൂപരേഖ എന്ന് പറഞ്ഞ് എഴുതിയത്. അത് എത്ര ശരിയെന്ന് എനിക്കറിയാം. പക്ഷേ ബാക്കി യോഗശാസ്ത്രം എഴുതാമെന്ന് തന്നെ എഴുതിയിരുന്നു, അതിനകത്ത് തന്നെ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷെ അപ്പോൾ അതിനെപ്പറ്റി എഴുതാനിങ്ങനെ റിട്ടയർ ചെയ്തിട്ടൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ ആദ്യം പ്രപഞ്ചരൂപയുടെ 3ാമത്തെ എഡിഷൻ ഒരു 75 പേജ് മാറ്റി, വേറൊരു 75 പേജോളം അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി, 75 പേര് പുതുതായിട്ട് ചേർത്തു, 75 പേജ് മാറ്റി, അങ്ങനെയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അടുത്ത വർക്കായിട്ട് ഞാനിപ്പം എനിക്ക് എൻ്റെ എങ്ങനെയോ അതും ഇതുപോലെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് അതിൻ്റെ വന്നു ഈ വിഷയത്തെപ്പറ്റി എഴുതാം. അങ്ങനെയാണ് കലാകൗമുദിയിൽ 6 ലക്കങ്ങളായി എഴുതിയത്. പിന്നെ അതിനെ ഒരു പുസ്തകമാക്കിയാൽ കൊള്ളാം തോന്നി. അങ്ങനെ അതിൽ നിന്ന് അപ്പം അതിനുള്ള അത്രയും വസ്തുതകളില്ല. അപ്പോൾ ഇങ്ങനെ ആ ധ്യാനത്തിൽ കൂടെ പരിശ്രമത്തിൽ കൂടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടി വന്നത് ഇപ്പം 370 പേജും മൊത്തം മറ്റേ ഇൻഡെക്സൊക്കെ 416 പേജുമായി. അപ്പം എനിക്ക് സന്തോഷമുണ്ട് അതിനകത്ത്. ഒരു കർമ്മയോഗത്തിൻ്റെ ഒരു 3 പതിറ്റാണ്ടുകൾ അതിനുശേഷം ജ്ഞാനയോഗവും ഭക്തിയോഗവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അടുത്ത സമയം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താണ് ഇനി അങ്ങ് ഈ എഴുത്തിൻ്റെ മേഖലയിൽ ഇനിയുള്ള? എല്ലാം ഈശ്വരനിശ്ചയമാണ്. ഈശ്വരൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് നമ്മളൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളായിട്ട് ചെയ്യുന്നതിനൊന്നും വലിയ നിലനിൽപ്പുണ്ടാവില്ല, അതിലർത്ഥവുമില്ല. നമ്മൾ പ്രശസ്തിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഒന്നും അങ്ങനെ ആകുമ്പോൾ അതിനകത്തുള്ള ഒരു കളങ്കം വരും. നമ്മൾ 100% ഈശ്വരനോട് അതിൻ്റെ ഈശ്വരൻ്റെ പിന്നെ ഒരു ഈശ്വര നിയോഗം പോലെ എനിക്ക് ഗീതയെപ്പറ്റി ഇനി എഴുതണമെന്നുണ്ട്. അപ്പോൾ തന്നെ ഹിംസാത്മകതയും ധാർമ്മികതയും ഗീതയിൽ നിന്നുള്ള ഒരു വിഷയത്തെ ഞാൻ എഴുതുന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പിന്നെ നമ്മുടെ പൂർവപക്ഷം ഗീതയെ ഏറ്റവും കൂടെ വിമർശിക്കുന്നതിൽ ഈ യുദ്ധം ചെയ്യാൻ പറയുന്നു. അതെ, ഒന്ന് ജാതി, രണ്ടാമത്തേത് ഹിംസ എന്നുള്ളതാണ്. അപ്പം അധാർമികവുമാണ്, ധാർമ്മികമായ യുദ്ധം പോലും അല്ല എന്ന് പറഞ്ഞ. അപ്പം പിന്നെ അതിനെപ്പറ്റി എനിക്ക് എഴുതണമെന്നുണ്ട് അടുത്തതായിട്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെയും കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തി, അതിനെപ്പറ്റി യോഗശാസ്ത്രം എഴുതിയിട്ടില്ല, അതിൻ്റെ ഭാഗമാണിതെല്ലാം. അങ്ങനെ ഒരു എനിക്ക് കുറേ എഴുതാനുണ്ട്. അതെല്ലാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തെങ്കിലേക്ക് നീങ്ങാൻ പറ്റും, വേറൊരു എഴുത്തിലേക്ക് എന്നുള്ളതാണ്.